എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് മുതൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നോഡ് ജെ എസിനെ കുറിച്ചിട്ടാണ്. എന്താണ് നോഡ് ജെ എസ്, എന്തിനാണ് നോഡ് ജെ എസ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ജാവാസ്ക്രിപ്റ്റ് മാത്രമാണ്. ഇവിടെ നോഡ് എന്ന പേരിൻ്റെ ഒപ്പം തന്നെ നമുക്ക് .js എന്നുകൂടെ കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ എന്താണ് ഈ നോഡ് എന്ന് പറയുന്നത്? ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ്. നമ്മളിത് ഒരു ക്രോസ് പ്ലാറ്റ്ഫോമാണ്, ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും വർക്ക് ചെയ്യും. അതായത് വിൻഡോസ്, മാക്, ലിനക്സ് ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും നോഡ് ജെ എസ് വർക്ക് ചെയ്യും. ഓക്കെ, സോ നോഡ് ജെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുവരെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗസറിൻ്റെ സപ്പോർട്ട് വേണമായിരുന്നു. അതായത് നമ്മൾ ക്രോം, ഫയർഫോക്സ് അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രൗസർ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഫയൽ റൺ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, ബട്ട് നോഡ് ജെ എസ് വന്നതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രൗസർ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഫയൽ നമുക്ക് റൺ ചെയ്യാം. വേണമെങ്കിൽ നമ്മുടെ ഒരു വിൻഡോസ് സിസ്റ്റത്തിന് നോർമലി ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന പോലെ തന്നെ ബ്രൗസർ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്പബിലിറ്റി ആണ് നോഡ് ജെ എസ് വന്നതിന് ശേഷം ജാവാസ്ക്രിപ്റ്റിന് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നോഡ് ജെ എസിൽ അസിൻക്രണസ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഓൾഡൻ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അസിൻക്രണസ് കോഡിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. അതായത് ഒരു സമയം ഒരു ടാസ്ക്, ഇത് മാത്രമേ ജാവാസ്ക്രിപ്റ്റിന് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പിന്നീട് ജാവാസ്ക്രിപ്റ്റൊക്കെ ഇവോൾവ് ചെയ്ത് അതിന് അസിൻക്രണസ് പ്രോഗ്രാമിംഗ് ടാസ്ക് എബിലിറ്റി കൂടെ വന്നു. പക്ഷേ നോഡ് ജെ എസ് അതിന് മുമ്പ് തന്നെ അസിൻക്രണസ് പ്രോഗ്രാമിംഗ് എബിലിറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നോഡ് ജെ എസിൻ്റെ ഒരു ഫീച്ചറാണ് ഇതുപോലെ നമ്മുടെ ബ്രൗസർ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജാവാസ്ക്രിപ്റ്റ് ഫയൽ റൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ബ്രൗസറിൻ്റെ സപ്പോർട്ട് വേണ്ട. ഇപ്പോൾ നിങ്ങൾ അഡോബിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്ത് നോക്കുക. അഡോബിൻ്റെ ഫോട്ടോഷോപ്പ്, ആഫ്റ്റർ എഫക്ട്സ്, അതുപോലെ തന്നെ പ്രീമിയർ പ്രോ, ഇങ്ങനത്തെ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ് അല്ലേ? സോ ഇങ്ങനത്തെ ടൂൾസിൽ ഒരുപാട് ബാക്ക് എൻഡ് പെർഫോമൻസും ചെയ്യുന്നത് നോഡ് ജെ എസ് ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങൾ അഡോബിൻ്റെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നോഡ് ജെ എസ് റൺ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ അഡോബും നോഡ് ജെ എസ് ഒഫീഷ്യലി യൂസ് ചെയ്യുന്നുണ്ട്. നോഡ് ജെ എസ് എന്ന് പറഞ്ഞൊരു നമ്മൾ ഓപ്പൺ സോഴ്സ് ആയിട്ട് ലഭിക്കുന്ന ഒരു ലൈബ്രറീസ് ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യും. നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ജാവാസ്ക്രിപ്റ്റും ബ്രൗസറും ഇല്ലാതെ തന്നെ ഇപ്പോൾ ക്രോമിൻ്റെ V8 എഞ്ചിനുണ്ട്. ആ ക്രോമിൻ്റെ V8 എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനാണ്. ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോം ബ്രൗസർ അല്ലെങ്കിൽ ക്രോമിയം ബ്രൗസറുടെ ബാക്ക് എൻഡിൽ പെർഫോം ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. ഓക്കെ, നമ്മൾ ബ്രൗസറിൻ്റെ കൺസ്യൂൾ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ ഒരു കൺസ്യൂളിനെ മാത്രം എടുത്തിട്ട്, ആ ബ്രൗസർ ഇല്ലാത്ത കൺസ്യൂളിനെ മാത്രം എടുത്തുകൊണ്ട് ആണ് ഈ ഒരു നോഡ് ജെ എസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രൗസർ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നോഡ് ജെ എസ് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നോഡ് ജെ എസ് വരുന്നതിന് മുമ്പ് നമുക്ക് ബ്രൗസർ ഉണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നമുക്ക് ക്രോമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഉണ്ടെങ്കിൽ മാത്രമേ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ബ്രൗസർ ഇല്ലെങ്കിൽ ബ്രൗസറിൻ്റെ കൺസ്യൂളാണ് ജാവാസ്ക്രിപ്റ്റ് റൺ ആവുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ ഈ ഒരു നോഡ് ജെ എസ് വരുന്നതിന് മുമ്പ് ബ്രൗസർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജാവാസ്ക്രിപ്റ്റ് കോഡുകളൊക്കെ റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മുതൽ നമുക്ക് ബ്രൗസർ ഇല്ലാതെ തന്നെ ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതിന് പലതരത്തിലുള്ള ഔട്ട്പുട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രാഫിക്കൽ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലൊപ്പം തന്നെ കൺസോളിലേക്കാണെങ്കിൽ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോഡ് ജെ എസ് വെച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോഡ് ജെ എസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് നോഡ് ജെ എസ് പെർഫോം ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ എങ്ങനെയാണ് നോഡ് ജെ എസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? നിങ്ങൾ ആൾറെഡി നോഡ് ജെ എസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ നേരത്തെ കോഡ് റണ്ണർ ആപ്ലിക്കേഷൻ, അതുപോലെ നമ്മുടെ ലൈവ് സെർവർ, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ എക്സ്റ്റൻഷനൊക്കെ റൺ ചെയ്യാനായിട്ട് നിങ്ങൾ ആൾറെഡി നോഡ് ജെ എസ് റൺ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നോഡ് ജെ എസിൻ്റെ വെബ്സൈറ്റ് പല സ്റ്റുഡൻസും ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ് node.js.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോകും. എന്നിട്ട് അവർ ഡൗൺലോഡ് ചെയ്യും. പക്ഷേ ആ വെബ്സൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നോഡ് ജെ എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ല. nodejs.org എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ് നോഡ് ജെ എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഓക്കെ, സോ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ നോഡ് ജെ എസ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. നോഡ് ജെ എസ് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അത്യാവശ്യം പോപ്പുലറായിട്ട് നിൽക്കുന്ന എല്ലാ OS-ലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. വിൻഡോസ്, മാക് ആൻഡ് ലിനക്സ്. നിങ്ങൾ വേറെ ഏത് OS ആണെങ്കിലും അതിലേക്കും നോഡ് ജെ എസിൻ്റെ സപ്പോർട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ക്രോമിയം OS ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഗൂഗിളിൻ്റെ ക്രോം OS ഒക്കെ ഉണ്ട്, അങ്ങനത്തെ സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ ലിനക്സ് സപ്പോർട്ടോടുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോഡ് ജെ എസ് ഒക്കെ റൺ ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിലും ആസ് എ ഡെവലപ്പർ നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതായിരിക്കും. വിൻഡോസ് അല്ലെങ്കിൽ മാക് അല്ലെങ്കിൽ ലിനക്സ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ വിൻഡോസിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക് അല്ലെങ്കിൽ ലിനക്സ് ഉപയോഗിക്കാവുന്നതാണ്. ലിനക്സ് ആണെങ്കിൽ ഓപ്പൺ സോഴ്സ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെ തന്നെ ലിനക്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ നോഡ് ജെ എസ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം, ഇത് ഞാൻ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ മെത്തേഡാണ്. മാക്കിൽ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പക്ഷേ ലിനക്സിൽ നിങ്ങൾ നോഡ് ജെ എസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ
sudo apt install node എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ Node.js എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അത് ഓരോ ഡിസ്ട്രോസിനും ഡിഫറൻസ് ആയിട്ടിരിക്കും. നിങ്ങൾ ഡിബൈൻ ആണോ അതോ ഉബുണ്ടു ആണോ, അതല്ലെങ്കിൽ കാലി ലിനക്സ് ആണ്, ഇതൊക്കെ ലിനക്സിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആണ്. അതുപോലെ ആർക്ക് ലിനക്സ് ഉണ്ട്, ഇഷ്ടംപോലെ ലിനക്സ് ഫ്ലേവേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ഫ്ലേവർ ഏതാണോ നിങ്ങൾക്കത് നോക്കി Node.js ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ലിനക്സിൽ മെയിനായിട്ട് കമാൻഡ് ലൈൻ ഉപയോഗിച്ചിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുപോലെ ഡിബൈൻ ലിനക്സും ഉബുണ്ടും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് DB ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടും Node.js ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് മോസ്റ്റ്ലി കമാൻഡ് ലൈൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡും. അതല്ലെങ്കിൽ സ്നാപ്പ് സ്റ്റോർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്റ്റോർസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, അങ്ങനെയും Node.js ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആസ് എ ഡെവലപ്പർ നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിൻഡോസും മാക്കൊക്കെ വിട്ട് ലിനക്സിലേക്ക് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഓപ്ഷൻ. കാരണം നമുക്ക് ഒരു ഫുൾ കൺട്രോൾ ലിനക്സിൽ കിട്ടുന്നതായിരിക്കും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നീട് വരുന്ന ലെക്ചേഴ്സിലൊക്കെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ വിൻഡോസിലും അല്ലെങ്കിൽ മാക്കിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുക. പെട്ടെന്ന് വിൻഡോസിൽ നിന്ന് ലിനക്സിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ലിനക്സ് കോഡുകൾ പ്രോപ്പറായിട്ട് കിട്ടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട, പതുക്കെ സ്വിച്ച് ചെയ്താൽ മതിയായിരിക്കും. അതിൻ്റെ ലിനക്സിൻ്റെ കമാൻഡ്സ് ഒക്കെ പഠിച്ചതിന് ശേഷം സ്വിച്ച് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ലിനക്സിൽ അല്ലെങ്കിൽ വിൻഡോസോ മാക്കോ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് Node.js ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. ഓക്കെ, സോ വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടെർമിനൽ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതാണ്. സോ എവിടെ നിന്നെങ്കിലും ജസ്റ്റ് വിൻഡോസിലാണെങ്കിൽ സ്റ്റാർട്ട് അമർത്തിയിട്ട് CMD എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ലിനക്സിലൊക്കെ ആണെങ്കിൽ ടെർമിനൽ എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കമാൻഡ്, മാക്കിലും അതുപോലെ തന്നെയാണ് ടെർമിനലുണ്ട്, അതിൽ നിങ്ങൾക്ക് പോയിട്ട് ഈ കമാൻഡുകൾ രണ്ടും റൺ ചെയ്യാവുന്നതാണ്. അതായത് നോഡ് വേർഷൻ എന്ന് പറഞ്ഞ കമാൻഡും അതുപോലെ തന്നെ NPM വേർഷൻ എന്ന് പറഞ്ഞ കമാൻഡും, ഈ രണ്ട് കമാൻഡ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ റൺ ചെയ്ത് നോക്കണം. ഓക്കെ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോഡിൻ്റെ അകത്ത് വരുന്ന ഒരു ലൈബ്രറിയാണ് NPM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോഡ് പാക്കേജ് മാനേജർ. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നോഡ് പാക്കേജ് മാനേജർ. ഓക്കെ, സോ ഈ ഒരു ലൈബ്രറീസ് അനുസരിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ Node.jsൽ ഒരുപാട് ലൈബ്രറി സപ്പോർട്ടുണ്ട്. ഈ ഒരു നോഡ് പാക്കേജ് മാനേജർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരുപാട് ലൈബ്രറീസ് Node.jsൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലും പ്രീ ഡിഫൈൻഡ് ആയിട്ട് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒത്തിരി ലൈബ്രറീസ് നമുക്ക് അവൈലബിൾ ഉണ്ട്. ഈ ലൈബ്രറീസ് എല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതും അതിനെ ഹാൻഡിൽ ചെയ്യുന്നതും നമുക്ക് നോഡ് പാക്കേജ് മാനേജർ ഇതിന് മാത്രമല്ല. ഇനി Node.js ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ലേറ്റസ്റ്റ് വേർഷൻ Node.jsലേക്ക് തന്നെ സ്വിച്ച് ചെയ്യുക. നമ്മൾ ഓൾഡർ വേർഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പല ലൈബ്രറീസും സപ്പോർട്ട് ആവാതെ വരും. നിങ്ങളിപ്പോൾ ആൾറെഡി ലിനക്സിലാണെങ്കിൽ NPS നോഡ് വേർഷൻ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൂൾസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതൊക്കെ വെച്ചിട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതിനെക്കുറിച്ച് ഇപ്പോൾ പോകണ്ട, നിങ്ങൾ ജസ്റ്റ് വെരി സിമ്പിൾ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ Node.jsലേക്ക് പോവുക, ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് Node.js ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യുക, ഈ രണ്ട് കമാൻഡ് റൺ ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്നാമത്തേത് നോഡ് ഒരു ഡാഷ് ഇട്ട് കൊടുത്താൽ 2 ഡാഷ് ഉണ്ട്, ഈ 2 ഡാഷ് ഇട്ടതിന് ശേഷം വേർഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. നോഡിൻ്റെ വേർഷൻ ഒരു 12 എബോ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത്, അതുപോലെ തന്നെ NPM വേർഷൻ ഒരു 10 എബോ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത്. ഓക്കെ, സോ ഇൻ കേസ് അതല്ലെങ്കിലും കുഴപ്പമില്ല, NPMൽ ചെറിയ വേർഷൻസ് ആണെങ്കിലും കുഴപ്പമില്ല, എങ്കിലും നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇൻ കേസ് NPM കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അപ്ഡേറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കും, അങ്ങനെ കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നോഡ് വേർഷൻ കൺട്രോളിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീടായിട്ട് പഠിക്കുന്നതായിരിക്കും. കാരണം Node.js എന്നൊക്കെ പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് കുറേ ഡെവലപ്പേഴ്സ് കൂടി ചേർന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് ലൈബ്രറിയാണ്. ഓക്കെ, സോ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പം അവർ പുതിയ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരും, അപ്പോൾ പഴയ ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യാതെ പോകുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെ സാഹചര്യത്തിൽ പഴയ ഫീച്ചേഴ്സൊക്കെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് Node.jsൻ്റെ വേർഷൻ മാറ്റണം. അപ്പോൾ അങ്ങനെ വേർഷൻ മാറ്റിയിട്ട് നമ്മൾ Node.jsൻ്റെ പഴയ വേർഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് അതിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, NPX എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ലൈബ്രറീസ് അവൈലബിൾ ഉണ്ട്. NPM നോഡ് വേർഷൻ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് NPM എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ലൈബ്രറീസ് നമുക്ക് ഉപയോഗിച്ചാൽ NPM ഒക്കെ വെച്ചിട്ട് നമുക്ക് നോഡിൻ്റെ വേർഷൻ കംപ്ലീറ്റ് മാറ്റാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, സോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള Node.js എങ്ങനെയാണ്, അതുപോലെയൊക്കെ തന്നെ നമ്മൾ നോഡ് പാക്കേജ് മാനേജറും ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്. നോഡ് പാക്കേജ് മാനേജർ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് Node.js ഇൻസ്റ്റാൾ ആകുമ്പോൾ നോഡ് പാക്കേജ് മാനേജറും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് ഇൻസ്റ്റാൾ ആവും. ചില ലിനക്സ് വേർഷനിൽ നിങ്ങളുടെ നോഡ് പാക്കേജ് മാനേജർ ഇൻസ്റ്റാൾ ആവത്തില്ല, അപ്പം നിങ്ങൾ NPM ഇൻസ്റ്റാൾ അതല്ലെങ്കിൽ നിങ്ങൾ പിപ്പ് ഇൻസ്റ്റാൾ എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് അതിൻ്റെ കമാൻഡ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പം ഉബുണ്ടു ഒക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ APT ഇൻസ്റ്റാൾ NPM എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതും വർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഓരോ ഉബുണ്ടു വേർഷൻസ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. 18 വേർഷന് മുകളിലേക്ക് ഒരു കമാൻഡ് ആയിരിക്കും, അതിൻ്റെ താഴോട്ട് വേറെ രീതിയായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPT യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് NPM ഇൻസ്റ്റാൾ ആവുന്നതാണ്. വിൻഡോസിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവും. ഇൻ കേസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, നോഡ് പാക്കേജ് മാനേജർ. ഓക്കെ, ഇനി
ഈ ഒരു ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം നമ്മൾ ആൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതായത് index.js എന്നൊക്കെ പറഞ്ഞിട്ട് console.hello.js എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ആ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ റൺ ആവും. നമ്മുടെ കൺസോളിലായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. കാരണം എന്താണ്, ഇവിടെ console.log എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത് നിങ്ങൾ ആൾറെഡി ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Node.js ഉപയോഗിച്ചുകൊണ്ടൊന്ന് റൺ ചെയ്യാൻ നോക്കുക. ഇവിടെ എന്താണ് കമാൻഡ് കൊടുക്കേണ്ടത്, node app.js എന്നാണ് കമാൻഡ് കൊടുക്കേണ്ടത്. ഓക്കെ, node app.js എന്ന് കൊടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതൊരു പ്രോപ്പറായിട്ട് റിസൾട്ട് വരത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ Node.jsൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മൊത്തം 13 കോൺസെപ്റ്റുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, സോ ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അസിൻക്രണസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. എന്താണ് അസിൻക്രണസ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? നമുക്ക് പല രീതിയിലുള്ള ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഉണ്ട്. സിൻക്രണസ് ഉണ്ട്, അസിൻക്രണസ് ഉണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും സിൻക്രണസ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, സിൻക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നമ്മൾ കാൽക്കുലേറ്റർ, ബേസിക് ആയിട്ടുള്ള കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു അപ്ലിക്കേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു കണക്ക് എങ്ങനെയാണ് റൺ ആവുന്നത്. നിങ്ങൾക്ക് ഒരു 10-20 നമ്പേഴ്സ്, അതായത് സാധാരണ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ അല്ല, ബേസിക് ആയിട്ടുള്ള ഒരു സാധാരണ കാൽക്കുലേറ്റർ. ഓക്കെ, ഈ കാൽക്കുലേറ്ററിന് ഒരു സമയം ഒരു കണക്ക് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ 10 + 20 + 30 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ആ കാൽക്കുലേറ്റർ എന്താ ചെയ്യുന്നത്, 10 + 20 കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ആൻസറോട് കൂടെ 30 കൂടെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയാണ് ബേസിക് കാൽക്കുലേറ്റേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത്. സയൻറ്റിഫിക് കാൽക്കുലേറ്ററും ഒരു പരിധി വരെ ഇതേ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തൊക്കെ കാൽക്കുലേറ്ററിന് അത് മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കും, 10 + 20 കാൽക്കുലേറ്റ് ചെയ്യും, പിന്നെ അത് ഡിസ്പ്ലേയിലോട്ട് വരും. ഓക്കെ, പക്ഷേ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് കാൽക്കുലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതേ മെത്തേഡ് തന്നെ. പക്ഷേ ഈ കാൽക്കുലേറ്ററിനും കമ്പ്യൂട്ടേഴ്സിനും ഒരേ സമയം ഒരുപാട് കണക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ 10 + 20 + 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 10 + 20 ആദ്യം കൂട്ടും, ഇല്ലെങ്കിൽ ഒരു 5 അക്കം, അല്ലെങ്കിൽ ഒരു 4 അക്കം നിങ്ങൾ കൂട്ടുമെന്ന് വിചാരിക്കുക. 10, 20, 30, 40. ഓക്കെ, ഈ കമ്പ്യൂട്ടേഴ്സിൽ ചെയ്യുമ്പം 10, 20 ആദ്യം കമ്പ്യൂട്ടർ, അതിൻ്റെ ഒപ്പം തന്നെ 30, 40 കൂട്ടും, പിന്നെ ഈ 2 വാല്യൂസും കൂടെ ഒരുമിച്ച് കൂട്ടും. ഓക്കെ, അപ്പം എന്തുണ്ടാവും, കമ്പ്യൂട്ടേഴ്സിൻ്റെ എക്സിക്യൂഷൻ ടൈം എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റേഴ്സിനേക്കാളും കുറേയും കൂടെ ഫാസ്റ്റ് ആയിരിക്കും. അതായത് കാൽക്കുലേറ്റർ ചെയ്യുന്നത് സിൻക്രണസ് ആയിട്ടുള്ള ഓപ്പറേഷനും കമ്പ്യൂട്ടേഴ്സും ചെയ്യുന്നത് അസിൻക്രണസ് ആയിട്ടുള്ള ഓപ്പറേഷനും. ഇനി അസിൻക്രണസിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേറൊരു എക്സാമ്പിളോട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് പുതിയൊരു മൂവി ഡൗൺലോഡ് ചെയ്യുമെന്ന് വിചാരിക്കാം. മൂവി ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ മൂവി ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് യൂട്യൂബിലൊക്കെ മൂവീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ലാപ്ടോപ്പ് സിൻക്രണസ് ആണെങ്കിൽ മൂവി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിലും ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ടാസ്ക് ഡൗൺലോഡോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ നിങ്ങളുടെ സിസ്റ്റം അസിൻക്രണസ് ആയതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കാണാൻ പറ്റും, അതല്ലെങ്കിൽ വേറെ എന്ത് ടാസ്ക് വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത് ആണ് അസിൻക്രണസിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, അസിൻക്രണസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആണെങ്കിലും അസിൻക്രണസ് ടാസ്കുകളാണെങ്കിലും എല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും. സോ അസിൻക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിൻക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് കഴിയുന്നോടും വരെ വെയിറ്റ് ചെയ്യും. അപ്പം ഈ സിൻക്രണസിനാണോ അസിൻക്രണസിനാണോ കൂടുതൽ ടൈം എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനായിരിക്കും? സിൻക്രണസിനായിരിക്കും. സിൻക്രണസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു ബ്ലോക്കിംഗ് നാച്ചറുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും 4 പ്രോസസ്സുകളുണ്ട്. ഓക്കെ, 4 പ്രോസസ്സ് എത്ര ടൈം എടുത്താണ്? 8 സെക്കൻഡ് എടുത്തിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന അത്രയും ടൈമും രണ്ടാമത്തെ പ്രോസസ്സിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് അതുവരെ വെയിറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം രണ്ടാമത്തെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് കഴിയുന്നോടം വരെ മൂന്നാമത്തെ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ പ്രോസസ്സ്, അതിനുശേഷം മൂന്നാമത്തെ പ്രോസസ്സ്, മൂന്നാമത്തേത് കഴിഞ്ഞ് നാലാമത്തേന് തുടങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ ഇത് സിൻക്രണസ് ആയിട്ടുള്ള പ്രോസസ്സ്. അസിൻക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പ്രോസസ്സ് 1, പ്രോസസ്സ് 2, പ്രോസസ്സ് 3, പ്രോസസ്സ് 4. ഇവിടെ പ്രോസസ്സ് ആൻഡ് ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ടൈമിംഗ് ആണ്. നേരത്തെ 8 സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ 4.5 സെക്കൻഡാണ് മാക്സിമം എടുത്തിരിക്കുന്നത്. നേരെ പകുതിയായിട്ട് കുറഞ്ഞു. അതുമാത്രമല്ല 4 പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് അസിൻക്രണസ് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ എല്ലാ പ്രോസസ്സും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് CPUs ഒക്കെ വാങ്ങിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ത്രെഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. 14 കോർ 32 ത്രെഡ് എന്നൊക്കെ പറഞ്ഞ് കാണും.
ഇൻ്റലിൻ്റെ ചില പ്രോസസ്സിന് 16 കോറും 32 ത്രെഡ്. ഓക്കെ, സോ ഈ ത്രെഡുകളിന് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഈ ഓരോ ത്രെഡുകളിലും എന്ത് ചെയ്യും, ഓരോ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓരോ കോറിലും മൾട്ടിപ്പിൾ ത്രെഡ്സ് ഉണ്ടായിരിക്കും. അപ്പം അതിന് ഒരുപാട് പ്രോസസ്സുകൾ ഒരേ ടൈം അറ്റ് എ ടൈം വേറെ പ്രോസസ്സിനെ ഒന്നും ബ്ലോക്ക് ചെയ്യാതെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് ഹാർഡ്വെയറിൽ ഉണ്ടായാൽ മാത്രം പോരാ, നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതേ രീതിയിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹാർഡ്വെയറിനെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ സിസ്റ്റത്തിന് സാധിക്കത്തുള്ളൂ. ഇപ്പം ഞാനിത് ഒരു ഹൈ കപ്പാസിറ്റി കമ്പ്യൂട്ടർ കൊണ്ടുവരുവാണ്. നമ്മുടെ 4090 ഗ്രാഫിക്സ് കാർഡുള്ള RTX 4090 ഗ്രാഫിക്സ് കാർഡുള്ള ഒരു ഹൈ കപ്പാസിറ്റി കമ്പ്യൂട്ടർ ഞാൻ കൊണ്ടുവരുവാണ്. ഈ കമ്പ്യൂട്ടറിലേക്ക് ഞാൻ ഫീഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് സിങ്ക്രണസ് ആയിട്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ലാപ്ടോപ്പിൽ ജസ്റ്റ് ഒരു 10,000-15,000 വരുന്ന ഒരു ബേസിക് ലാപ്ടോപ്പിലും ഈ ഹൈ കപ്പാസിറ്റി കമ്പ്യൂട്ടറിലും വർക്ക് ചെയ്യുന്ന ഒരേപോലെ തന്നെയായിരിക്കും, ഒരേ സ്പീഡ് തന്നെയായിരിക്കും. അതിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരത്തില്ല. കാരണം ബേസിക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ എക്സിക്യൂഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് ആണെങ്കിൽ അത് ഓരോ ടാസ്കും ചെയ്ത് എടുക്കാനുള്ള ടൈം എന്ന് പറഞ്ഞത് ചെറിയ വേരിയേഷനൊക്കെ വരത്തുള്ളൂ. എങ്കിൽ ഇതേ സോഫ്റ്റ്വെയറിൻ്റെ തന്നെ അസിങ്ക്രണസ് ആയിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകും. കാരണം അറ്റ് എ ടൈം നമ്മളൊരു ഹൈ കപ്പാസിറ്റി കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുവാണെങ്കിൽ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ കോഴ്സിന് യൂസ് ചെയ്യാം, മൾട്ടിപ്പിൾ ത്രെഡ് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളൊരു ബേസിക് കമ്പ്യൂട്ടറിനെ റൺ ചെയ്യുന്ന ആ ഒരു ടാസ്ക് ഇപ്പോൾ 1 മിനിറ്റ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് സിസ്റ്റത്തിൽ റൺ ചെയ്യുമ്പം വേണമെങ്കിൽ നമുക്ക് ഒരു 15 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, ആ സിസ്റ്റത്തിലുള്ള മുഴുവൻ ത്രെഡുകളും ഇതിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ സിങ്ക്രണസ് അസിങ്ക്രണസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള സിസ്റ്റത്തിൽ ഏതൊരു സിസ്റ്റത്തിലാണെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അസിങ്ക്രണസ് നേച്ചർ ഉണ്ടായിരിക്കണം. അതായത് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഫുൾ എബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് റൺ ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനുണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത് ഇവൻറ്റ് ലൂപ്പിനെ കുറിച്ചിട്ടായിരിക്കും. ഇവൻറ്റ് നമ്മൾ പലതരത്തിലുള്ള ഇവൻറ്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ജാവാസ്ക്രിപ്റ്റിൽ ഒത്തിരി ഇവൻറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഇവൻറ്റുകളുടെ ഒരു ലൂപ്പ് നമുക്ക് Node.js ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നീട് നമ്മൾ പഠിക്കാനായിട്ട് ഇവൻറ്റ് ലൂപ്പിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. അസിങ്ക്രണസ് IO മാത്രമാണ് കുറച്ച് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിലും അസിങ്ക്രണസ് IO എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മൊഡ്യൂൾസ് എന്ന് പറയുന്നതും നോഡ് പാക്കേജ് മാനേജർ എന്ന് പറയുന്നതും. ഓക്കെ, Node.jsനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ പുറത്തുനിന്ന് ആൾക്കാർ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊഡ്യൂൾസ് എടുത്ത് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എനിക്ക് എന്തോ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ട് എൻ്റെ കയ്യിൽ. ഈ ടെക്സ്റ്റ് ഫയൽ റീഡ് ചെയ്ത് അതിൻ്റെ കണ്ടൻറ്റ് എന്ത് ചെയ്യണം, എനിക്ക് യൂസറിന് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് നോട്ട് പാഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് വായിച്ച് നോക്കാൻ പറ്റും. പക്ഷേ ഈ ടെക്സ്റ്റ് ഫയലിൽ നിന്നുള്ള കണ്ടൻറ്റ് എനിക്ക് വെബ് ബ്രൗസറിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്യണം, അതും എനിക്ക് HTML പേജിൻ്റെ ഉള്ളിലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിലോ അപ്പം നമുക്ക് ഒരുപാട് ജാവാസ്ക്രിപ്റ്റ് കോഡൊക്കെ എഴുതേണ്ടി വരും. ഇല്ലേ, കുറച്ച് ടാസ്ക് ആയിരിക്കും ഇത്തരത്തെ കോഡുകളൊക്കെ എഴുതുക എന്ന് പറയുന്നത്. നമ്മൾ കാരണം ബേസിക് ആയിട്ട് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്യണം. അതുപോലെ ക്യാരക്ടറിൻ്റെ കോഡിക്ക് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പം ആസ്കി ക്യാരക്ടേഴ്സ് ആണല്ലോ, അതല്ലെങ്കിൽ UTF-ലാണോ എടുത്തിരിക്കുന്നത്, അതിലൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് പിന്നെ അതിനെ പ്രോസസ്സ് ചെയ്ത് പിന്നീട് വേണം അതിനെ യൂസറിന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ടാസ്കുകളും ഒത്തിരി കോഡുകളും എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ബേസിക്കലി വെറും ഒരു സിമ്പിൾ ടെക്സ്റ്റ് ഫയൽ എടുത്ത് യൂസറിന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, എങ്കിൽ Node.jsന് ഇൻബിൽട്ടായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് ഫയൽസൊക്കെ റീഡ് ചെയ്യാനായിട്ടുള്ള മൊഡ്യൂൾസും ലൈബ്രറീസ് അതിൻ്റെ അകത്തും തന്നെയുണ്ട്. ജസ്റ്റ് നമ്മൾ ആ ടെക്സ്റ്റ് ഫയലിൻ്റെ നെയിം കൊടുക്കുക, എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് നെയിം കൊടുക്കുക. ഈ 2 ടാസ്ക് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തു ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഒരുപാട് ലൈൻ കോഡ് ചെയ്തതിന് പകരം ഒരു മൊഡ്യൂൾസ് ഇമ്പോർട്ട് ചെയ്യുന്നു, ടെക്സ്റ്റ് ഫയലിൻ്റെ നെയിം കൊടുക്കുന്നു, എങ്ങോട്ടാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് കൊടുക്കുന്നു. ഇത്രയും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അച്ചീവ് ചെയ്ത ആ ടാസ്ക് ഉണ്ടല്ലോ, അത് അതിനേക്കാളും നീറ്റായിട്ട് ഇവിടെ വരും. കാരണം മറ്റേതിൽ നമ്മൾ സ്വന്തമായിട്ട് എഴുതിയിരിക്കുന്ന കോഡാണെങ്കിൽ എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എല്ലാ ബ്രൗസറിലും സപ്പോർട്ട് ആകണമെന്ന് വരത്തില്ല. കാരണം പല ബ്രൗസറിനും പല നേച്ചറാണ്. നമ്മൾ CSS മുതൽ കാണുന്നതാണ്. ഓരോ ബ്രൗസറിൻ്റെയും നേച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പല CSS കോഡുകൾ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വേ ഓഫ് ആക്സെപ്റ്റ് ചെയ്യുന്നതും എല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇനി പുതിയ ബ്രൗസേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇൻകേസ് സപ്പോർട്ട് ആകുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി പുതിയ ക്യാരക്ടർ കോഡുകൾ വന്നു കഴിഞ്ഞാൽ അത് സപ്പോർട്ടായി. ഇപ്പോൾ നമ്മൾ UTF, ASCII അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് കോഡുണ്ട്. അതിൽ പുതിയതായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ആകുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിലൊക്കെ മൊഡ്യൂൾസിലൊക്കെ പുതിയതായിട്ടൊന്നും വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ആ മൊഡ്യൂൾ അപ്ഡേറ്റ് ചെയ്യേണ്ട പരിപാടി മാത്രമേ നമുക്ക് വരുന്നുള്ളൂ.
ഓക്കെ. സോ നമ്മൾ സ്ക്രാച്ച് മുതൽ കോഡ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം റീയൂസബിൾ ആയിട്ടുള്ള മൊഡ്യൂൾസ് വേണമെങ്കിൽ നമുക്ക് തന്നെ, ഇപ്പം ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തു, എൻ്റെ കൺവീനിയൻറ്റിന് അനുസരിച്ച് ഞാനൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നു. എനിക്ക് വേണമെങ്കിൽ അത് പബ്ലിക്കായിട്ട് കൊടുക്കാം. നോഡ് ജേസിൻ്റെ പാക്കേജ് മാനേജറിൽ എനിക്കും പബ്ലിക്കായിട്ട് ആർക്ക് വേണമെങ്കിലും ഈ മൊഡ്യൂൾസ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. സോ ഇങ്ങനെ നമുക്കൊരു വലിയ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പം ആ കോഡിൻ്റെ റൈറ്റിംഗ് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ മൊഡ്യൂൾസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ മൊഡ്യൂൾസ് അതിൻ്റെ അകത്ത് അവൈലബിൾ ഉണ്ട്. ഏത് മൊഡ്യൂൾസ് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഓപ്പൺ സോഴ്സ് ആണ് ഇതെല്ലാം തന്നെ. പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും തന്നെ ഇല്ല. ചില മൊഡ്യൂൾസ് വെച്ച് ബാക്കിയൊന്നും ലൈസൻസ് ഒന്നുമില്ല. നിങ്ങൾ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊഡ്യൂൾസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇത്തരത്തിലുള്ള മൊഡ്യൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ കാണുന്ന നോഡ് പാക്കേജ് മാനേജർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ NPM. ഓക്കെ. ഈ നോഡ് പാക്കേജ് മാനേജർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നോഡ് ജേസുള്ള മൊഡ്യൂൾസ് എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും മോഡിഫൈ ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് ടാസ്കുകൾ ഉപയോഗിക്കുന്നത് നോഡ് പാക്കേജ് മാനേജർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ. സോ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിക്കുന്നതായിരിക്കും. പിന്നീട് നമ്മളായിട്ട് പഠിക്കുന്നത് അതിൻ്റെ പ്രോട്ടോകോൾ സൈഡിലുള്ള കാര്യങ്ങൾ. അതായത് HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിനെ ഒരു രണ്ട് സിസ്റ്റത്തിന് ഇൻ ബിറ്റ്വീൻ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് HTTP അല്ലെങ്കിൽ HTTPS. HTTPS വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, സെക്യൂർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. സോ ഈ രണ്ട് പ്രോട്ടോകോളും നോഡ് ജേസിലുണ്ട്. ഈ രണ്ട് പ്രോട്ടോകോളിനെ വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിലൂടെ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫയലിനെ വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിൻ്റെ പാക്കറ്റ് സൈസിനെ കൺട്രോൾ ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് HTTPS വെച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. സോ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹാക്കറിന് നമ്മൾ ഒരു സിസ്റ്റത്തിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ട് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. സിസ്റ്റം എ, സിസ്റ്റം ബി, രണ്ട് സിസ്റ്റം ഉണ്ട്. ഒരു സിസ്റ്റം ഇന്ത്യയിലിരിക്കുന്നു, മറ്റൊരു സിസ്റ്റം US-ലിരിക്കുന്നു. ഈ ഒരു രണ്ട് സിസ്റ്റം തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ എൻക്രിപ്റ്റഡ് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഇരിക്കുന്ന ഒരു ഹാക്കറിന് ഒരു വെർച്വൽ റൗട്ടർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ട്രാൻസ്ഫറിൽ, നമ്മുടെ ഈ ഒരു പാത്ത് വേയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഹാക്കേഴ്സിന് ക്യാപ്ചർ ചെയ്തെടുക്ക് വായിച്ച് നോക്കാൻ പറ്റും. ഓക്കെ. നോർമൽ ബേസിക് ടെസ്റ്റാണ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾ സെക്യൂർ ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ വായിച്ച് നോക്കാൻ പറ്റത്തില്ല. കാരണം കിട്ടുന്നത് എൻക്രിപ്റ്റഡ് ടെസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കീ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹാക്കറിന് ഇതെടുത്ത് വായിച്ച് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഈ ഒരു ട്രാൻസ്ഫർ, ഇനി നമ്മളിപ്പം ബേസിക്കായിട്ട് ഇപ്പോൾ പാക്കേജുകൾ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഞാൻ സെൻഡ് ചെയ്യുന്ന പാക്കേജിന് ഒരേ നേച്ചറാണെങ്കിൽ ആ പാക്കേജുകളുടെ ഡിഫറൻസ് വെച്ചിട്ട് ഹാക്കേഴ്സിന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് കീ ഇല്ലാതെ തന്നെ ചില ഡിഫറെൻറ്റ് ആൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് പാക്കേജിൻ്റെ നേച്ചർ അനുസരിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പാക്കേജിൻ്റെ കൂടെ അൺവാണ്ടഡ് ഡാറ്റ ഇല്ലെങ്കിൽ കുറച്ച് നോയ്സും കൂടെ കടത്തി വിടും. അപ്പോൾ ഹാക്കറിന് വീണ്ടും അത് ടഫായിരിക്കും കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഹാക്കേഴ്സ് വേറെ മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. സോ ഇതൊക്കെ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റാണ്. എങ്കിലും ഇത്തരം കാര്യങ്ങൾ നോഡ് ജേസ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നീട് നമ്മൾ പഠിക്കുന്നത് ഫയൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്? ഓക്കെ. നമ്മൾ ഒരു ലിനക്സ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക. ലിനക്സ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ തന്നെ വിൻഡോസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള, മാക് സിസ്റ്റത്തിൽ നമ്മൾ ഈ ഇൻസ്റ്റാളിങ് എന്ന് പറഞ്ഞ പരിപാടിയൊന്നും അത്ര എളുപ്പമല്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളാണ്. ഇപ്പോൾ മാക്കിൻ്റെ ഒരു OS മാറ്റി പുതിയൊരു OS ഇൻസ്റ്റാൾ ചെയ്യുന്ന പറഞ്ഞത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ ആരും ബേസിക്കായിട്ട് ചെയ്യാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ. നിങ്ങളുടെ സാധാരണ കമ്പ്യൂട്ടർ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഡിസ്ക് എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഫയൽ സിസ്റ്റം ഏതാണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും NTFS എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ഫയൽ സിസ്റ്റം കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു പെൻഡ്രൈവ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുവാണ്. പുതിയതായിട്ടൊരു പെൻഡ്രൈവ് വാങ്ങിക്കുന്നു. ഈ പെൻഡ്രൈവിൻ്റെ ഫയൽ സിസ്റ്റം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ FAT എന്ന് പറഞ്ഞ് കാണിക്കാം. FAT എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ FAT32 എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ലിനക്സ് സിസ്റ്റത്തിലേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ EXT ഫോർമാറ്റിലായിരിക്കും. EXT4 എന്നൊക്കെ പറഞ്ഞ് കുറേ ഫയൽ സിസ്റ്റം ഉണ്ടായിരിക്കും. ഓക്കെ. സോ ഇത്തരത്തിൽ ഫയൽ സിസ്റ്റത്തിലേക്ക് നോഡ് ജേസ് വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ ഇത്തരത്തിലുള്ള ഫയൽ സിസ്റ്റം മെയിനായിട്ട് എപ്പോഴും യൂസ് ആവുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഫയൽ ആക്സസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് എൻ്റെ ലോക്കൽ ഡയറക്ടറിയിൽ ഇരിക്കുന്ന ഒരു ഫയലാണ് ഞാൻ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ. സോ ഞാനിത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന കോഡ് എന്താണ്, വിൻഡോസിലാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് മാക്കിലേക്ക് ഇല്ലെങ്കിൽ ലിനക്സിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഫയൽ സിസ്റ്റം ഒരു പക്ഷേ ആക്സസ് ചെയ്യാൻ പറ്റി എന്ന് വരത്തില്ല. ഓക്കെ. കാരണം അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഹാർഡ്വെയർ ലെവലിൽ
ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സിസ്റ്റം ലെവലിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന വേ ഓഫ് സ്റ്റോറിങ് ഡാറ്റ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു വിൻഡോസ് സിസ്റ്റത്തിൽ സേവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മാക്കിൽ സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ പാക്കറ്റ് സൈസ് കൂടുതലുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന് ഒരുപാട് തവണ ബാക്കപ്പുകൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. മാക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു തവണ നമ്മൾ ഒരു ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി സ്പേസ് എടുക്കും. കാരണം എന്താ വെച്ചാൽ ബാക്കപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ സിസ്റ്റം ടു സിസ്റ്റം ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കോഡുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. സോ അതിനൊക്കെ ആൾറെഡി ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഫയൽ സിസ്റ്റം കൺട്രോളിങ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, Node.js ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന സ്ട്രീംസിനെ കുറിച്ചിട്ടാണ്. സ്ട്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സ്ട്രീംസ് വേണമെങ്കിൽ അങ്ങനെ ആയിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സ്ട്രീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ സ്ട്രീമിംഗ് ആയിരിക്കും. അതായത് ലൈവ് വീഡിയോസ് അല്ല. ഇപ്പം ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ സെർവറിൽ നിന്ന് നമ്മളൊരു വീഡിയോ എടുത്ത് കാണുന്നു. ഈ വീഡിയോ എന്താണ് ചെയ്യുന്നത്, സ്ട്രീം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് പ്ലേ ആവുകയാണോ ചെയ്യുന്നത്, അതോ സ്ട്രീം ചെയ്യുകയാണോ ചെയ്യുന്നത്? കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഇൻസ്റ്റൻറ്റ്, അതിപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറുള്ള വീഡിയോ ആണെങ്കിൽ ഇൻസ്റ്റൻ്റ്ലി അത് പ്ലേ ആവാനായിട്ട് തുടങ്ങും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ, ആ സെർവറിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ പാക്കറ്റായിട്ടാണ്. അതായത് 240 KB 20 KB ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രീമിങ്ങിലുള്ള പരിപാടി നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങി എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 2-3 പാക്കറ്റ് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് സെൻഡ് ചെയ്യും. 1 MB താഴെയുള്ള പാക്കറ്റുകൾ സെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങളത് പ്ലേ ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റ്ലി വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവാനായിട്ട് തുടങ്ങും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ബഫേഴ്സിൽ സ്റ്റോർ ചെയ്യും. അതായത് ഈ സ്ട്രീംസിന് ശേഷം നിങ്ങൾക്ക് ബഫേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ബഫേഴ്സിൽ നിങ്ങൾക്ക് കണ്ടു കഴിയാൻ, അതായത് നിങ്ങൾ ഇനി കാണാനുള്ള കാര്യങ്ങളെല്ലാം ബഫേഴ്സിലേക്ക് വന്ന് ലോഡായിട്ടിരിക്കും. കണ്ടു കഴിഞ്ഞെല്ലാം ഡിസ്കാർഡ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ യൂട്യൂബിലൊക്കെ സാധാരണ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള സ്ട്രീമിംഗ് ഒക്കെ നമുക്ക് Node.js വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതുപോലൊരു വീഡിയോ പാക്കറ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങൾ വേറൊരു ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കോഡൊക്കെ എഴുതണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്രമാത്രം കോഡ് എഴുതാനുണ്ടായിരിക്കും. സോ അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ സ്ട്രീമിങ്ങിൻ്റെ ഒക്കെ കോഡ് ആൾറെഡി Node.jsൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ആ കോഡ് എടുത്ത് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എക്സ്പെഷ്യലി സെർവർ ആൻഡ് ക്ലയൻറ്റ് സൈഡ് കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആവശ്യമൊക്കെ നമുക്ക് വരുന്നത്. പിന്നീടായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഫേഴ്സിനെ കുറിച്ച്. ബഫേഴ്സിൻ്റെ യൂസ് എന്താണ് ഞാനിപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു ഒരു പാക്കറ്റ് നെറ്റ്വർക്കിലൂടെ സെൻഡ് ചെയ്യുമ്പം ആ പാക്കറ്റ് വന്ന് സ്റ്റോർ ചെയ്തിരിക്കുന്ന ചെറിയൊരു മെമ്മറീനെയാണ് ബഫർ എന്ന് പറയുന്നത്. ബഫർ മെമ്മറി എന്നാണ് ഇനി പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു മെമ്മറിയിലേക്ക് എന്ത് ചെയ്യും, പാക്കറ്റുകൾ ഓരോന്നും വന്ന് സേവ് ആയിട്ടിരിക്കും. ഈ വന്ന് സേവ് ആയിരിക്കുന്ന ഡാറ്റ നമ്മൾ പിന്നെ യൂട്ടിലൈസ് ചെയ്യും. പിന്നെ നമ്മൾ ഒന്നെങ്കിൽ അത് നമ്മുടെ ലോക്കൽ സ്റ്റോറിലേക്ക് സ്റ്റോർ ചെയ്യും, അതല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഷോർട്ട് ടൈം മെമ്മറിയാണ്, നെറ്റ്വർക്കിംഗ് ഡിവൈസിൻ്റെ ഇൻബിറ്റ്വീൻ ഉള്ള ഒരു മെമ്മറിയാണ് ബഫർ മെമ്മറി എന്ന് പറയുന്നത്. ഓരോ ഡിവൈസിനും അതിൻ്റേതായ ബഫർ മെമ്മറി സൈസൊക്കെ ഉണ്ടായിരിക്കും. ബഫർ മെമ്മറി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോ ലോഡ് ചെയ്യും. നമ്മുടെ പഴയ യൂട്യൂബിൻ്റെ എക്സ്പെരിമെൻ്റൽ ഫീച്ചറിൽ ഈ ബഫർ മെമ്മറിയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിലെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബഫർ മെമ്മറി 1 MB 10 MB 20 MB എന്നൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. മാക്സിമം 10 MB വരെയൊക്കെ വരത്തുള്ളൂ. അപ്പം 10 MB വീഡിയോ കണ്ടൻറ്റ് ലോഡായിട്ടിരിക്കും. അതിനുശേഷം ആ 10 MB എപ്പോഴും നമ്മുടെ സെക്യൂർ ആയിട്ട് ലോഡായിട്ടിരിക്കും. 10 MB വരെയുള്ള വീഡിയോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതുവരെ ബഫർ സ്പേസ് അതിൽ ഡിഫാൾട്ടായിട്ട് ലോഡായിട്ടിരിക്കും. നമ്മളിത് കണ്ടു തീരുന്നതിനനുസരിച്ച് അടുത്ത 10 MB ആ ബഫർ മെമ്മറി ഫുള്ളായിക്കൊണ്ടേയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ വരുവാണെങ്കിൽ എന്ത് ചെയ്യും, ആ ബഫർ സ്പേസിൽ തീരുന്നോടം വരെ നമുക്ക് വീഡിയോ കാണാം. പിന്നെ അടുത്ത മെമ്മറി അല്ലെങ്കിൽ അടുത്ത വീഡിയോയുടെ പാർട്ട് ബഫറിലേക്ക് കിട്ടുന്നോടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. ഈ ബഫേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്താണ്, അതായത് ബഫേഴ്സൊക്കെ ഒരു പുവർലി കോഡ് ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യമുള്ള യൂട്യൂബൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോഡിങ് സ്ക്രീൻ വന്നുകൊണ്ടിരിക്കും. അതായത് ഒരു വീഡിയോ കുറച്ച് കാണുന്നു, പിന്നെ അത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറേ ടൈം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വീണ്ടും അത് എന്ത് ചെയ്യുന്നു, ആ വീഡിയോ കുറച്ച് കാണുന്നു, പിന്നെയും ലോഡിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഓക്കെ, ആ ലോഡിങ് ടൈം എന്തിനാ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഫറിലേക്ക് വീഡിയോ ലോഡ് ആവാനായിട്ടുള്ള ടൈമാണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് കുറേയും കൂടി അഡ്വാൻസ്ഡായ ഒരേ സമയം, അതായത് യൂട്യൂബിലേക്ക് അസിൻക്രണസ് ഇൻപുട്ട് ഔട്ട്പുട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തുണ്ടായി, ഒരേ ടൈം തന്നെ വീഡിയോ കാണാനും പറ്റും, അതോടൊപ്പം തന്നെ വീഡിയോ ലോഡ് ചെയ്യാനും പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനും പറ്റും. അത് നേരത്തെ സിങ്ക്രണസ് ആയിരുന്നു, ഇപ്പോൾ അത് അസിങ്ക്രണസ് ആയി. അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരേ സമയം വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ബഫറിലേക്ക് അതിൻ്റെ ബാക്ക് എൻഡിലെ സിസ്റ്റം പ്രോസസ്സ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം അതെന്ത് ചെയ്യുന്നു, ഈ സാധനം പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. പലതരത്തിലുള്ള Node.jsൽ തന്നെ ഇവൻറ്റ്സ് ഉണ്ട്. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ പഠിച്ച പോലെ തന്നെ ഇവൻറ്റ്സ് Node.jsലും സപ്പോർട്ടാണ്. അപ്പം ഇത്തരത്തിലുള്ള ഇവൻറ്റ്സിനെ കുറിച്ചും നമ്മൾ എന്തിൽ പഠിക്കുന്നതായിരിക്കും, Node.jsൽ പഠിക്കുന്നതായിരിക്കും.
പിന്നീട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചൈൽഡ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു പ്രോസസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്ത് അതിനെയും സൈഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത്തരം പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ Node.js പഠിക്കുന്നതായിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി. നമ്മൾ ഒരു ക്ലൗഡിൽ അല്ലെങ്കിൽ വെബ് ബേസ്ഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുമ്പോഴും അത് സെക്യൂർ ആയിരിക്കണം. കാരണം അതായത് നമ്മൾ ഒരു ഡാറ്റ ഇൻ്റർനെറ്റിലൂടെ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ സാധനം നമ്മുടെ കൺട്രോളിലല്ല ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇൻ്റർനെറ്റിലൂടെ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ വാട്സാപ്പിലൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പം എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതെന്താണെന്നറിയോ? ഇപ്പം നിങ്ങളുടെ വാട്സാപ്പിലൊരു മെസ്സേജ് നിങ്ങളുടെ ഫ്രണ്ടിന് സെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ മെസ്സേജ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ മെസ്സേജ് എടുത്ത് വായിച്ച് നോക്കാം. ഇൻ കേസ് ഇപ്പം എൻ്റെ ഒരു സിസ്റ്റം, എൻ്റെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട് എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ഫ്രണ്ട് സെൻഡ് ചെയ്യുന്ന ഡാറ്റ എൻ്റെ സിസ്റ്റത്തിലൂടെയാണ് പോകുന്നതെന്ന് വിചാരിക്കുക. കാരണം എൻ്റെ സിസ്റ്റമാണ് റൗട്ടർ എന്ന് വിചാരിക്കുക. ഞാനാണ് ഈ റൗട്ടർ മുഴുവൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ സിസ്റ്റത്തിലേക്കാണ്, അതുപോലെ തന്നെ നിങ്ങളും കണക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ സിസ്റ്റത്തിലേക്കാണ്. നിങ്ങൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ എനിക്കെടുത്ത് വായിച്ച് നോക്കാനേ പറ്റും. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വീഡിയോ ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും ഇതെല്ലാം എനിക്കും കിട്ടും. അത് ഇതിൻ്റെ സെക്യൂരിറ്റിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരുപാട് സെക്യൂരിറ്റി ആൽഗോരിതംസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പം കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൽഗോരിതംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എൻക്രിപ്ഷൻ ചെയ്യാനായിട്ട് AES-DES എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് മുതലേ കേട്ടുവരുന്ന ആൽഗോരിതം, പിന്നെ CHA-20 എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ആൽഗോരിതംസ് വന്നിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ആൽഗോരിതംസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ സെക്യൂർ ആക്കി വെക്കാനായിട്ട് സാധിക്കും. വേറെ ഒരാളുടെ കയ്യിൽ ഈ ഡാറ്റ കിട്ടിയാൽ പോലും അയാൾക്കെടുത്ത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കീ ഇല്ല. കീ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഡാറ്റ വായിച്ച് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ആൽഗോരിതംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ആൽഗോരിതംസിൻ്റെ യൂസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സൈബർ സെക്യൂരിറ്റി ചെറിയൊരു പാർട്ടും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഡീബഗ്ഗിംഗ് എന്നാണ്. അതായത് നമ്മൾ എന്തൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്താലും അതിൽ ബഗ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതിനെ കവർ ചെയ്യാനും Node.js-നായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മിഡിൽ വെയർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. എന്താണ് ഈ മിഡിൽ വെയർ എന്ന് പറയുന്നത്? മിഡിൽ വെയർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു കോൺസെപ്റ്റാണ്. ഇപ്പം ഞാൻ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു. ഇതെന്താണ്, ഒരു ക്ലയൻറ്റ് സിസ്റ്റമാണ്. ഇത് ഒരു സെർവറിലേക്ക് കണക്ട് ചെയ്യുന്നു. എന്താണ്, ഇപ്പോൾ ഗൂഗിളിൻ്റെ സെർവറിലേക്ക് കണക്ട് ചെയ്യുകയെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഗൂഗിളിൻ്റെ സെർവറിലേക്ക് ഞാൻ ഇവിടുന്ന് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റാണ് ഗൂഗിളിൻ്റെ സെർവറിലേക്ക് ഈ ഒരു കണക്ഷൻ എത്തുന്നതെങ്കിൽ എനിക്ക് ആ സെർവറിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സെക്യൂരിറ്റി ഇഷ്യൂ മുതലെടുത്തിട്ട് ആ സെർവറിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ എനിക്ക് ആ സെർവറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആക്കാനും സാധിക്കും. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് മിഡിൽ വെയർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. മിഡിൽ വെയർ ഒന്നെങ്കിൽ ഹാർഡ്വെയർ മിഡിൽ വെയർ ഉണ്ട്. അതൊരു സെക്യൂരിറ്റി സിസ്റ്റം. ഹാർഡ്വെയർ മിഡിൽ വെയർ കുറച്ചും കൂടെ സെക്യൂർ ആണ്. അതേപോലെ തന്നെ വേറുള്ളൊരു മിഡിൽ വെയർ ആണ് സോഫ്റ്റ്വെയർ മിഡിൽ വെയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഒരു ടൈപ്പ് ഓഫ് മിഡിൽ വെയർ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഫയർ വാൾസും ഒരു ടൈപ്പ് ഓഫ് മിഡിൽ വെയർ ആണ്. അതായത് പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് അറ്റാക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫയർ വാൾസ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യും. അതൊരു ടൈപ്പ് ഓഫ് മിഡിൽ വെയർ ആണ്. ഓക്കെ, ഇനി സെർവർ സൈഡിലുള്ള മിഡിൽ വെയർസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളൊരു മിഡിൽ വെയർ എന്താണ്, കീ ഡിസ്ട്രിബ്യൂഷൻ സെർവേഴ്സ്. അതായത് ഇപ്പം ഞാനൊരു സെർവറിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ സെർവറിലേക്ക് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു അതോറിറ്റി ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ യൂസർ ആയിരിക്കും, അതല്ലെങ്കിൽ ആ കമ്പനിയിലുള്ള ഒരു എംപ്ലോയി ആയിട്ടായിരിക്കും ഞാൻ ആ സെർവറിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ സെർവറിലേക്ക് കണക്ട് ചെയ്യുമ്പം ഈ ആ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇപ്പം ഓരോ 1000 പേരൊക്കെ സെർവറിലേക്ക് ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഓരോ യൂസറിനെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അറിയണം. അപ്പം ഈ യൂസറിന് ഓരോരുത്തർക്കും ഓരോ കീ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് സെർവറിൽ നിന്ന് വരുന്ന ഡയറക്റ്റായിട്ട് കീ, സെർവറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കീ ആവശ്യമുണ്ട്. അത് മാത്രമല്ല ഓരോ യൂസറിനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അറിയാനായിട്ട് വേറൊരു കീയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ സെർവറിന് വരുന്ന സെർവറിൻ്റെ കീയാണ് എനിക്ക് തരുന്നതെങ്കിൽ എനിക്ക് ആ സെർവറിനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. സെർവറിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഹോൾസ് ഉണ്ടെങ്കിൽ എനിക്ക് ആ സെർവറിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ എടുത്തിട്ട് സെർവറിനെ വേണമെങ്കിൽ ഡൗൺ ആക്കാം. അതിലുള്ള മൊത്തം ഡാറ്റാസും എനിക്ക് തോന്നുന്ന പോലെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മിഡിൽ വെയർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യുന്ന മിഡിൽ വെയറിനെ ആയിരിക്കും. മിഡിൽ വെയർ തീരുമാനിക്കും ഒരു ചെറിയ കീ, ഒരു ചെറിയ ഷോർട്ട് ടൈമിലേക്ക് എനിക്കൊരു വേണ്ടിയിട്ടൊരു കീ തരും. ഈ കീ എന്ത് ചെയ്യും, ഈ കീ ഉപയോഗിച്ചിട്ട് എനിക്ക് ആ സെർവറിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ മിഡിൽ വെയർ സെർവറുമായിട്ട് ആക്സസ് ചെയ്യും. അതായത് ഞാനിവിടെ നിന്നൊരു ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡാറ്റ മിഡിൽ വെയറിലേക്കായിരിക്കും പോകുന്നത്. ആ മിഡിൽ വെയർ ആ ഡാറ്റ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ അത് സെർവറിലേക്ക് സെൻഡ് ചെയ്യത്തുള്ളൂ.
അപ്പം അത് ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ്. അത് സെക്യൂരിറ്റി സിസ്റ്റത്തിന് വേണ്ടി മാത്രമല്ല, ഇപ്പം നമ്മൾ Web3 ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെയും മിഡിൽ വെയർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ടാസ്കുകൾക്ക് മിഡിൽ വെയറിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമേ ഞാൻ പറഞ്ഞെന്നുള്ളൂ, എങ്കിലും ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ മിഡിൽ വെയർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നോഡെസ്കിൽ നമ്മൾ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അസിൻക്രണസ് ഇൻപുട്ട് ഔട്ട്പുട്ടിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. സീ യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.